السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏരാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ മിമ്പറിൽ നിന്നും ഖത്തീബ് നമ്മോട് ഓർമ്മപ്പെടുത്തിയത് ഓരോ വിശ്വാസിയും അടിസ്ഥാനപരമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും റബ്ബ് നൽകിയിട്ടുള്ള നിഅമത്തുകൾക്ക് കൃത്യമായി കൊണ്ട് നന്ദി കാണിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക്, മനുഷ്യർക്ക് നൽകിയ ഒരു അറിയിപ്പാണ്. അല്ലാഹു നൽകിയിട്ടുള്ള ഓരോ നിഅമത്തുകൾക്കും നിങ്ങൾ നന്ദി കാണിക്കുമ്പോൾ അല്ലാഹു അത് അധികരിപ്പിച്ച് നൽകുമെന്ന്. ഇനി ആ നിഅമത്തുകൾക്കും അനുഗ്രഹങ്ങൾക്കും നാം നന്ദികേടാണോ കാണിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിനമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകി. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നാം പരിശോധിക്കുമ്പോൾ 43 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് നന്ദി കാണിക്കണം, ശുക്ർ കാണിക്കണം എന്നെല്ലാം പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ആ 43 സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ചാണ്, ഒരു വിഷയത്തെക്കുറിച്ചാണ് ഖത്തീബ് ഇന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. ഒരു വിശ്വാസി നിർബന്ധമായും അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട ഒരു മേഖല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നിർഭയത്വവും അവൻ സമാധാനവും ഒരു നാട്ടിൽ അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഓരോ വിശ്വാസിയും അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വദ്കുറു ഇദ് അൻതും ഖലീലും മുസ്തദഅഫൂന ഫിൽ അർദ്. നിങ്ങൾ ഭൂമിയിൽ തുലവും തുച്ഛമായി ദുർബലരായിട്ടുണ്ടായിരുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. ആളുകൾ നിങ്ങളെ ആക്രമിക്കുമെന്ന്, ആളുകൾ നിങ്ങളെ പ്രയാസപ്പെടുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിൽ ഫആവാകും വഅയ്യദകുമുല്ലാഹു ബിനസ്രിഹി. അല്ലാഹു നിങ്ങൾക്ക് നിർഭയത്വം നൽകി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സഹായം നൽകി. അതുകൊണ്ട് തന്നെ ആ നിർഭയത്വം നൽകിയ, ആ സഹായം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പരിപൂർണമായി കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാണ് ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഖത്തീബ് നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് നിർഭയത്വം എന്നുള്ളത്. ആ നിർഭയത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർഭയത്വം ലഭിക്കാൻ, നമുക്ക് സമാധാനം ലഭിക്കാൻ, അമ്ന് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളിൽപ്പെട്ട വിശ്വസിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജനതക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഔന്നിത്യം നൽകിയതുപോലെ അള്ളാഹു നിങ്ങൾക്കും ഈ ഭൂമിയിൽ ഔന്നിത്യം നൽകുന്നതായിരിക്കും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തൃപ്തിപ്പെട്ട, അവർ തൃപ്തിപ്പെട്ട ദീനിനെ അള്ളാഹു ഈ ഭൂമിയിൽ അടിയുറപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. നിങ്ങൾക്ക് ഭയപ്പാടുള്ള ഒരു സമയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക്
നിർഭയത്വം പ്രദാനം ചെയ്യുന്നതായിരിക്കും. എങ്ങനെ എന്ത് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചാലാണ് അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകുക? യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വലാ യുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, പരിപൂർണമായ തൗഹീദ്, പരിപൂർണമായിട്ടുള്ള തൗഹീദ് ആളുകളിൽ കൃത്യമായി കൊണ്ടുണ്ടാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായിട്ടുള്ള ഒരു നിർഭയത്വം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുക എന്ന്. സഹോദരങ്ങളെ, ഇന്ന് നമുക്കറിയാം സമകാലിക സാഹചര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരല്പമെങ്കിലും നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. നാട്ടിലേക്ക് പെട്ടെന്ന് മടങ്ങാൻ ആഗ്രഹിച്ചിട്ടുള്ള പല ആളുകൾക്കും മടങ്ങാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നിർഭയത്വം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന, വളരെ ചെറിയ രൂപത്തിൽ നിർഭയത്വം നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ആശങ്കകളാണ്. ഇന്നത്തെ ഖുതുബയിൽ ഖതീബുടെ സൂചിപ്പിച്ചു, നിർഭയത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആരാധന കർമ്മങ്ങൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കുവൈത്തിൽ നിന്ന് നാം കേട്ട വാർത്തയാണ്. കുവൈത്തിൽ എന്താണ്? തറാവീഹ് നമസ്കാരം നിർത്തിയിട്ടുണ്ട്. കാരണം അവിടുത്തെ അവസ്ഥ അതിനനുയോജ്യമായിട്ടുള്ളതല്ല. കുവൈത്തിൽ തറാവീഹ് നമസ്കരിക്കാനുള്ള ഒരു സന്ദർഭമില്ല. കാരണം അവിടെ നിർഭയത്വം വളരെ വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നിർഭയത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഹജ്ജ് കർമ്മം വരാനിരിക്കുകയാണ്. ആ ഹജ്ജിന് വലിയ രൂപത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടാകുമെന്നാണ് ഖതീബ് ഇന്നത്തെ ഖുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റബ്ബേ നിർഭയത്വം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തിനെ, ഈ കഅബ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിനെ നീ നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിർഭയത്വം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഈമാനികപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിലേക്ക് ദുൽമ കടർത്തി കൂട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർഭയത്വമുണ്ട്. വിശ്വാസത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കാത്ത, വിശ്വാസത്തിൽ ന്യൂനതകൾ സംഭവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വം നൽകും. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് നയിക്കുന്നതായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പല വാർത്തകളും നാം കേൾക്കുന്നുണ്ട്, പല കാര്യങ്ങളും നാം കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന വാർത്തകൾ അത് ഉടനെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഖതീബ് ഇവിടെ ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, അയ്യകൂനൽ മുസ്ലിമു മുംസികൻ ലിസാനഹു ഫലാ യുദീഉ ഖബറൻ വലാ യുൻശിറു അംറൻ വലാ യഹ്കുമു അലാ അഹദിൻ ഇല്ലാ ബിബയ്യിനത്തിൻ വാദിഹ. ഒരു വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പ്രചരിപ്പിക്കുന്നവനല്ല. അവൻ ഓരോ കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി കൊണ്ടുള്ള തെളിവുണ്ടെങ്കിലേ ഒരു വിശ്വാസി അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്ന് പല വാർത്തകളും കേൾക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത്. ഇത്രമാത്രം ആളുകളെ ഭയപ്പെടുത്തുന്ന, ആളുകളെ ഭീതിയിലാർത്തുന്ന വാർത്തകളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബ് സൂചിപ്പിച്ച വിഷയം, അത്തരത്തിലുള്ള വാർത്തകൾ നാം കേൾക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. രണ്ടായത്തുകളാണ് സഹോദരങ്ങളെ ഈ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. മുനാഫിഖീങ്ങളുടെ അടയാളമാണ് കേട്ടതും കണ്ടതും എല്ലാം ഒരു തെളിവുമില്ലാതെയും പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ ജാഅഹും അംറുൻ മിനൽ ഖൗഫി അവിൽ ജൂഇ അദാഉ ബിഹി മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി. ഭയപ്പെടുത്തുന്നതോ
അതല്ലെങ്കിൽ നിർഭയത്വത്തിന്റെയോ എന്തെങ്കിലും വാർത്ത അവർ കേട്ടിട്ടുണ്ടെങ്കിൽ ഉടനടി അതവർ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതായിരിക്കുമെന്ന്. ഇത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. കേട്ടതും കണ്ടതുമെല്ലാം ഒരു തെളിവുമില്ലാതെ, ഒരു സോഴ്സും കൃത്യമായി കൊണ്ടറിയാതെ അത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം സഹോദരങ്ങളെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു ഫാസിഖായിട്ടുള്ള, ഒരു മോശപ്പെട്ട ഒരു മനുഷ്യൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അതുള്ളതാണോ, അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ടോ, സത്യമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതവന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിർഭയത്വം നിലനിൽക്കുവാൻ, നിർഭയത്വം നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നാം ജീവിക്കുന്ന ഈ പ്രവാസ ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുവാൻ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിർഭയത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ സാമൂഹികമായ, കുടുംബപരമായിട്ട്, സാമ്പത്തികമായ, ആരാധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും താളം തെറ്റുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് ആ നിർഭയത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ, പ്രദാനം ചെയ്യുവാൻ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ജീവിക്കുന്ന ഈ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും സകല മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന നാട്ടിലെല്ലാം നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോകം കടന്നു പോകുന്ന ഈ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കൊണ്ട് മുസ്ലിമീങ്ങളെ, മുസ്ലിം നാടുകളെ സംരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സകല തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.